ഞാൻ ഇന്ന് നിങ്ങളോട് ഫൈബ്രോയിഡിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഫൈബ്രോയിഡ്? നമസ്കാരം, എന്റെ പേര് ഡോക്ടർ ശ്രീലാൽ. ഒറ്റപ്പാലം വള്ളുവനാട് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്ത ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ആണ്. ഫൈബ്രോയിഡ് എന്നത് ഗർഭാശയത്തിൽ കാണുന്ന ഒരു മുഴയാണ്. ഇതൊരിക്കലും ഒരു ക്യാൻസർ അല്ല. ഫൈബ്രോയിഡ് ഉള്ള 50% സ്ത്രീകളിൽ ഇത് കാരണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. പീരീഡ്സിന്റെ സമയത്ത് കാണുന്ന ബ്ലീഡിംഗ്, പീരീഡ്സ് അല്ലാതെ അസാധാരണമായ ബ്ലീഡിംഗ് വരുന്നത്, അടിവയറ്റിൽ ഒരു വേദന, അടിവയറ്റിൽ ഉണ്ടാകുന്ന ഒരു ഭാരമുള്ള ഒരു ഫീലിംഗ്, ഇതൊക്കെ ഫൈബ്രോയിഡ് കാരണം ഉണ്ടാവുന്നതാണ്. ഈ സിംറ്റംസ് ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഫൈബ്രോയിഡ് ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ ഒരു അൾട്രാസൗണ്ട് സ്കാൻ വഴി ഇന്ന് സാധ്യമാണ്. ഫൈബ്രോയിഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതിന് ഇന്ന് പലതരം ചികിത്സാ രീതികൾ ലഭ്യമാണ്. ഇത് മരുന്ന് കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാം. മരുന്ന് എന്നാൽ ഹോർമോൺ ഉള്ളതും അല്ലാത്തതുമായ മരുന്നുകൾ ഇന്ന് ലഭ്യമാണ്. മരുന്ന് വഴി ഇതിന്റെ ബുദ്ധിമുട്ടുകൾ മാറുന്നില്ലെങ്കിൽ നമുക്ക് ശസ്ത്രക്രിയ ആവശ്യമായി വന്നേക്കാം. ഓപ്പൺ സർജറി അല്ലെങ്കിൽ കീ ഹോൾ സർജറി അഥവാ ലാപ്രോസ്കോപ്പിക് സർജറി വഴി ഫൈബ്രോയിഡ് ചികിത്സിക്കാവുന്നതാണ്. എന്നാൽ സർജറി ഒന്നും ഇല്ലാതെ, യാതൊരുവിധ അടയാളങ്ങളും ഇല്ലാതെ, ഗർഭാശയത്തിൽ മുറിവ് വരുത്താതെ നമുക്കിത് ട്രീറ്റ് ചെയ്യാം. ആ ട്രീറ്റ്മെന്റ് ആണ് യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ. യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ എന്നാൽ നമ്മുടെ കൈപ്പത്തിയുടെ തൊട്ട് താഴെയായി ചെറിയ ഒരു ദ്വാരത്തിലൂടെ നമ്മൾ രക്തധമനികളിലേക്ക് ഒരു ട്യൂബ് കടത്തിവിടും. ഈ കയ്യിലിടുന്ന ട്യൂബ് പിന്നീട് ഗർഭാശയത്തിലേക്കും അവിടെ നിന്നും ഫൈബ്രോയിഡിലേക്ക് ബ്ലഡ് എത്തിക്കുന്ന എല്ലാ രക്തധമനികളിലേക്കും ഈ ട്യൂബ് നമുക്ക് പാസ് ചെയ്യാവുന്നതാണ്. ഈ ട്യൂബ് വഴി നമ്മൾ ചില തരികൾ കടത്തിവിട്ട് ഫൈബ്രോയിഡിലേക്ക് ബ്ലഡ് എത്തിക്കുന്ന എല്ലാ രക്തധമനികളെയും പൂർണ്ണമായി തടസ്സപ്പെടുത്തുന്നു. ഇങ്ങനെ ബ്ലഡ് സപ്ലൈ നഷ്ടപ്പെടുന്ന ഫൈബ്രോയിഡ് ചുരുങ്ങി ഇല്ലാതാകും. ഈ ലളിതവും സുരക്ഷിതവുമായ ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് നൽകുന്നത്? ഒറ്റ ദിവസത്തെ അഡ്മിഷൻ, വെറും ഉറുമ്പ് കടിക്കുന്ന ഒരു വേദന, വെറും 2 ദിവസത്തെ ബെഡ് റെസ്റ്റ്, യാതൊരു അടയാളങ്ങളുമില്ല, ഗർഭാശയത്തിൽ മുറിവുകളില്ല. ഈ ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് ഇത്രയും ലളിതമായും സുരക്ഷിതമായും ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ തിരഞ്ഞെടുക്കും. നന്ദി.